ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുട്ടക്കറി ഉണ്ടാക്കാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ? ഒന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറും ചപ്പാത്തിയുടെ കൂടെ എന്നും ഒരേ തരത്തിൽ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ കുഴമുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ല കിടിലൻ ടേസ്റ്റിലൊരു മുട്ടക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വേറെ ഒന്നല്ല, എഗ് സ്റ്റൂ ആണ് ഇന്നത്തെ റെസിപ്പി. മിക്കവരും വീട്ടിൽ ചിക്കനും മട്ടനൊക്കെ വെച്ച് സ്റ്റൂ ഉണ്ടാക്കാറുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റേതായ രീതിയിൽ മുട്ട വെച്ചിട്ട് സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് എഗ് റെസിപ്പികൾ പരീക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്കായി ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈസി എഗ് റെസിപ്പികളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി ജാഷീസ് കുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോ പോലും മിസ്സാവാതിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നാൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടാനായി ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കാം. ഞാൻ ഏലക്ക, കരയാമ്പൂ, കറുവപ്പട്ട ഇത്രയാണ് എടുത്തിട്ടുള്ളത്. സ്പൈസസിൻ്റെ ഓവറായിട്ടുള്ള സ്മെല്ലില്ലാതിരിക്കാൻ ഓരോന്ന് 2 വീതം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകും നടുക്കീറിയതും ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി ഒന്ന് വഴറ്റാം. 5-8 വെളുത്തുള്ളിയും മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ചതക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലെ എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർ കറിയിൽ അത്യാവശ്യം എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മെൽ നന്നായി മാറി വന്നാൽ നമുക്കിതിലേക്ക് 2 സബോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത്ര വലിയ സബോള ഒന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റ്യൂ ആയതുകൊണ്ട് തന്നെ കറിയുടെ കളറിൽ കാര്യമായിട്ട് ചേഞ്ച് വരാതിരിക്കാനായി സബോള ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റരുത്. എന്നാലും സബോള നന്നായി വെന്ത് സോഫ്റ്റായി വരികയും വേണം. അപ്പോൾ അതിനായി ഇത് 3-4 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇപ്പോൾ സബോള നന്നായി സോഫ്റ്റായി വന്നിട്ടുമുണ്ട്, എന്നാൽ കളറിട്ട് ചേഞ്ച് ആയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി. അങ്ങനെ ഫൈനായിട്ട് പൊടിച്ച കുരുമുളകൊന്നും അല്ല കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്, തരിതരിപ്പായി പൊടിച്ചതാണിത്. കുരുമുളക് ചേർത്ത് അതേ അളവിൽ തന്നെ പെരുംജീരകം പൊടിച്ചതും ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ ഗരം മസാലപ്പൊടി കൂടെ ഇപ്പോൾ ചേർക്കാം. ഞാൻ ലാസ്റ്റ് കറിയൊക്കെ റെഡിയായി ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. പൊടികൾ നന്നായി മൂത്ത് വന്നാൽ നമുക്ക് കട്ട് ചെയ്ത് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് ചേർത്താലും മതി. പക്ഷേ ഉരുളൻകിഴങ്ങ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ, ഒന്നെങ്കിലും ചേർക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റും ചേർക്കാം. ഒരു ഉരുളൻകിഴങ്ങും ഒരു ക്യാരറ്റും ആയിട്ട് ചേർത്താൽ നല്ലതാണ്. രാവിലെ തിരക്കുള്ള സമയത്താണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഉരുളൻകിഴങ്ങ് ആദ്യം കുക്കറിൽ ഒന്ന് വേവിച്ചതിന് ശേഷം ചേർക്കാം. ഇത് 2 മിനിറ്റ് ഈ മസാലയിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, അതായത് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന ഉരുളൻകിഴങ്ങ് വേകുമ്പോൾ സ്റ്റൂവിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ തേങ്ങാപ്പാലിൽ ഇട്ട് തന്നെ വേവിക്കുക. ഇനി ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് വേവാനായി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇതും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ച് ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു 6-7 കഷ്ണമൊക്കെ മതി. പിന്നെ നമുക്കിതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇത് മൂടി വയ്ക്കാം. അപ്പോൾ മസാലയൊക്കെ കോഴിമുട്ടയിൽ നല്ല പോലെ പിടിച്ചോളൂ. ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം.
കറി റെഡിയായി ലാസ്റ്റ് ഒഴിക്കാനായി എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് ഒന്നാം പാലിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് തിരിച്ച് കറിയിലേക്ക് ചേർക്കാം. ഇങ്ങനെ ചെയ്താൽ കറിക്ക് അത്യാവശ്യം തിക്നെസ് ഉണ്ടാകും. നിങ്ങൾക്ക് കറിക്ക് അത്ര കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇതിന് നമുക്ക് 2 മിനിറ്റ് കൂടെ തിളപ്പിക്കാം. അതിനുശേഷം ബാക്കിയുള്ള ആ 1/2 കപ്പ് ഒന്നാം പാലും കുറച്ചുകൂടെ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് ഫ്ലെയിം നന്നായി ഒന്ന് കുറച്ച് വയ്ക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറുതായി തിള വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കാം. കറി ചൂടാറി വരും തോറും കുറച്ചുകൂടെ തിക്കാവുകയും ചെയ്യും, പിന്നെ ടേസ്റ്റും കൂടി വരും. അതുകൊണ്ട് കറി റെഡി ആയപ്പോൾ തന്നെ സെർവ് ചെയ്യുന്നതിന് പകരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേക്കായിട്ട് കറി റെഡിയാക്കി വെച്ചാൽ നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ കറിക്ക് കിട്ടും. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെയാണ്. എന്നാൽ അറിയാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കിടിലൻ കോമ്പിനേഷൻ വെള്ളപ്പവും നൂൽപുട്ടൊക്കെ ആണെങ്കിലും പൊറോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഈ മെത്തേഡ് ട്രൈ ചെയ്യാത്തവർ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.